ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഒരു ദിവസം ഒരു തവണയെങ്കിലും ഗൂഗിൾ ക്രോം ഉപയോഗിക്കാത്തവരായിട്ട് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പല വെബ്സൈറ്റുകളും നമ്മളിതുപോലെ ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്തുള്ള ആർട്ടിക്കിളിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ ഒരു വേർഡ് നേരെ ഒന്ന് ലോങ് പ്രസ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും ഡിക്ഷണറിക്കകത്ത് പോയിട്ട് നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാനിവിടെ ഈ ഒരു പ്രൊഫഷണൽ എന്നുള്ള ഈ ഒരു വേർഡ് സെലക്ട് ചെയ്ത സമയത്ത് താഴെയായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഏതൊരു വേർഡ് ഞാനിവിടെ ടച്ച് ചെയ്യുന്ന സമയത്തും ആ ഒരു വേർഡിൻ്റെ ഒരു പോപ്പപ്പ് മെസ്സേജായിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ചെറിയൊരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടൊന്ന് നിങ്ങൾ കാണുക, എന്നാൽ മാത്രമേ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അറിയാത്ത സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സെറ്റിങ്സ് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പ്രൊഫഷണൽ എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തപ്പോൾ താഴെയായിട്ടൊരു പോപ്പപ്പ് മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പോപ്പപ്പ് മെസ്സേജ് ഞാനിവിടെ മുകളിലോട്ടേക്ക് ഒന്ന് വലിക്കുകയാണ്. വലിക്കുന്ന സമയത്ത് ഞാനവിടെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ എന്നുള്ള ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ താഴേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കിവിടെ മലയാളം മാത്രമല്ല, ഇവിടെ ഏത് ലാംഗ്വേജിലേക്ക് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു വേർഡ് കൂടി ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്തേക്കാം. അതായത് ബേസ്ഡ് എന്നുള്ള ഒരു വേർഡ് ഞാൻ സെലക്ട് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകളിലേക്ക് ഒന്ന് വലിച്ചു താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മലയാളം അർത്ഥം കൂടെ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് ചെറിയൊരു സെറ്റിങ്സ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കത്തുള്ളൂ. എന്താണെന്നല്ലേ, ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് മുകളിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന ഈ ഒരു സെറ്റിങ്സ് ബട്ടൺ അമർത്തുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ സർവീസ്. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് കാണാൻ സാധിക്കും ടച്ച് ടു സെർച്ച് എന്നുള്ള ഈ ഒരു ഭാഗം. ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങളെപ്പോഴും ഓണായി കിടന്നാൽ മാത്രമേ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. സാധാരണ നമ്മൾ ഗൂഗിളിൻ്റെ അകത്ത് തന്നെ ട്രാൻസ്ലേറ്റൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, നമ്മൾ സാധാരണ ഇതുപോലെ ടച്ച് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ടൊരു പോപ്പപ്പ് മെസ്സേജ് വരാറുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും തന്നെ അറിയാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.